Hi students, welcome back to our English class for 4th standard students. Okay, in this lesson, I would like to explain how to write a formal letter. How to write a formal letter. So, നിങ്ങൾക്ക് ലെറ്റേഴ്സ് എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. നമുക്കറിയാം ലെറ്റർ റൈറ്റിംഗ് ഒരു കമ്മ്യൂണിക്കേഷൻ വേ ആണ് ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ലെറ്റർ ഇസ് എ റിട്ടൺ മെസ്സേജ്. ലെറ്റർ എന്ന് പറയുന്ന റിട്ടൺ മെസ്സേജ് ആണ് കൺവേഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഓക്കെ, ടൈപ്സ് ഓഫ് ലെറ്റർ. ലെറ്റേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും. ഇൻഫോർമൽ ലെറ്റർ നിങ്ങൾക്ക് എഴുതാൻ അറിയാം. ഇൻഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെയാണ്? ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, ഫാമിലി മെമ്പേഴ്സിന്, ഇങ്ങനെയുള്ളവർക്ക് എഴുതുന്ന ലെറ്റേഴ്സ് ആണ് ഇൻഫോർമൽ ലെറ്റേഴ്സ്. അതിനകത്ത് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കാം അല്ലേ. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ സല്യൂട്ടേഷൻ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രിയപ്പെട്ട അല്ലെ, പ്രിയപ്പെട്ട ചേച്ചിക്ക് അല്ലെ, അങ്ങനെയുള്ള മൈ ഡിയറസ്റ്റ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ബട്ട് ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? എപ്പോഴും ഒരു ലെറ്റർ ടു ക്ലാസ് ടീച്ചർ ലീവ് ചോദിച്ചുകൊണ്ട് എഴുതുന്നത് എന്താണ്? ഫോർമൽ ലെറ്റർ ആണ്. ദെൻ ലെറ്റർ ടു എഡിറ്റർ, ദെൻ ലെറ്റർ ടു കംപ്ലൈൻറ്റ്സ് ഒക്കെ, പോലീസിന് കംപ്ലൈൻറ്റ്, അങ്ങനെയുള്ള അതോറിറ്റിക്കൊക്കെ കംപ്ലൈൻറ്റ്സ് കൊടുക്കുന്നത്, അതൊക്കെ ഫോർമൽ ലെറ്ററിനകത്താണ് വരുന്നത്. ദെൻ പ്രിൻസിപ്പലിനുള്ള ലെറ്റർ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളതാണ്. പിന്നെ ഇൻവിറ്റേഷൻ ലെറ്റർ, ഓർഡർ ഫോർ ഗുഡ്സ്, ദെൻ എൻക്വയറി ലെറ്റർ, ലെറ്റർ ടു ബാങ്ക് മാനേജർ, ഇതൊക്കെ എന്താണ്? ഫോർമൽ ലെറ്റേഴ്സിനകത്താണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു ഫോർമൽ ലെറ്റർ എങ്ങനെ എഴുതാം, ഹൗ ടു റൈറ്റ് ഫോർമൽ ലെറ്റർ. അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ നമുക്ക് കണ്ടന്റിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ഒരു ഫോർമാറ്റ്. ഓക്കെ, ഫോർമാറ്റ് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ പകുതി മാർക്ക് അതിൽ തന്നെ വരും. പിന്നെയാണ് കണ്ടന്റ്. ഓക്കെ, അപ്പൊ ആ ഫോർമാറ്റ് നിങ്ങൾ മനസ്സിലാക്കുക. സോ ലിസൺ, ഫോർമാറ്റ് ഇതാണ്. ഫസ്റ്റ്, അതായത് ഒരു പേപ്പറിൽ ഇവിടെ ഞാൻ ലെറ്റർ എഴുതി വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ടോപ്പില് ഇതൊരു ഷീറ്റ് ഓഫ് പേപ്പർ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ, അതായത് ഇവിടെ കണ്ടോ, ഇവിടെയാണ് ലെഫ്റ്റ് സൈഡില് ടോപ്പില് സെന്റേഴ്സ് അഡ്രസ് എന്ന് പറഞ്ഞാലോ നിങ്ങളുടെ പേര്. ഓക്കെ, നിങ്ങളുടെ പേരാണ് സെന്റേഴ്സ് അഡ്രസ് ആയിട്ട് എഴുതുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം ഇവിടെ ആരാണ്? ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് വർഷ എന്ന് പറഞ്ഞ ഒരു കുട്ടി എഴുതുന്നതാണ്. വർഷ, കണ്ടോ, വർഷ MMD, നമ്മുടെ സ്കൂളിന്റെ പേരാണ് എഴുതിയിരിക്കുന്നത്, MMD പബ്ലിക് സ്കൂൾ, തൃക്കോതമംഗലം. അപ്പൊ സെന്റേഴ്സ് അഡ്രസ് മനസ്സിലായോ? അതായത് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ. ഓക്കെ, അതിന് തൊട്ട് താഴെയായിട്ട് ഡേറ്റ്. ഓക്കെ, ഡേറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡേറ്റ് അത് അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഡേറ്റ്, മന്ത്, ഇയർ. അപ്പൊ ചിലർ ഇങ്ങനെ ഇങ്ങനെ തന്നെ എഴുതണം. 18 നവംബർ 2020. അപ്പൊ 18 നവംബർ, ചിലരൊക്കെ ഇങ്ങനെ എഴുതും 18 നവംബർ 20. ഇത് റോങ് ആണ്, ഇങ്ങനെ എഴുതണ്ട. ഓക്കെ, ഇത് വേണ്ട. ബട്ട് എഴുതുന്നത് ഇങ്ങനെ തന്നെ എഴുതുക. ഇതാണ് എന്റെ കറക്റ്റ് വേ. 18 നവംബർ 2020. അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ നമുക്ക് 04, 4-ാം തീയതിയാണ്, അതുകൊണ്ട് 04 മെയ് 2020. അപ്പൊ ഡേറ്റ് എഴുതുക. അപ്പൊ ആദ്യം എഴുതുന്നത് സെന്റേഴ്സ് അഡ്രസ്, ആരാണ് ഡേറ്റ് എഴുതുക. ഇനി അതിന് താഴെയായിട്ട് റിസീവേഴ്സ് അഡ്രസ്, റിസീവ് ചെയ്യുന്ന, അതാണ് ആർക്കാണോ നമ്മൾ എഴുതുന്നത്, ലെറ്റർ ആർക്കാണോ എഴുതുന്നത് അവരുടെ അഡ്രസ്. ഓക്കെ, അപ്പൊ ഇവിടെ ക്ലാസ് ടീച്ചർ എന്നാണ് ഇവിടെ എഴുതുന്നത്, ക്ലാസ് ടീച്ചർ കണ്ടോ. അപ്പൊ റിസീവേഴ്സ് അഡ്രസ്, ക്ലാസ് ടീച്ചർ 4A MMD പബ്ലിക് സ്കൂൾ TKM. ഓക്കെ, അപ്പൊ ഇത് റിസീവേഴ്സ് അഡ്രസ്. ക്ലിയർ ആയോ?
അപ്പോൾ ആദ്യം സെൻഡേഴ്സ് അഡ്രസ്, then date, receiver's address. ക്ലിയർ ആയി? ഇനി അടുത്തത് സബ്ജക്റ്റ്. ഇവിടെ സബ്ജക്റ്റ് നീങ്ങില്ല. അതായത് ഇത് എന്തിനെ കുറിച്ചാണ്, ഈ ലെറ്റർ എന്തിനെ കുറിച്ചാണെന്നുള്ളത് പെട്ടെന്ന് ലെറ്റർ നോക്കുമ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റ് മാത്രം നോക്കിയാൽ മതി. അപ്പൊ എന്തിനെ കുറിച്ചുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവും. സബ്ജക്റ്റ് ആപ്ലിക്കേഷൻ ഫോർ ലീവ് ഫോർ 2 days. 2 ദിവസം ലീവ് വേണം. അപ്പൊ ലീവ് ആപ്ലിക്കേഷനുള്ള അതിന്റെ ലെറ്റർ ആണ് എന്ന് നമുക്ക് പെട്ടെന്ന് ലീവ് അപ്ലൈ ചെയ്യാനായിട്ട് ഉള്ള ലെറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഒത്തിരി വലിച്ചു പാടിയതല്ല, ഒറ്റ ലൈനിന്റെ സിമ്പിൾ സെന്റൻസ് എഴുതിയാൽ മതി. ഈ ആപ്ലിക്കേഷൻ ഫോർ ലീവ് ഫോർ 2 days. ആപ്ലിക്കേഷൻ ആണ് എന്തിനുള്ളത്? ലീവ് ഫോർ 2 days, 2 ദിവസത്തിനുള്ളത്, അല്ലെങ്കിൽ അതിന് 2 ദിവസമാണ് അത്. അപ്പൊ സബ്ജക്റ്റ് എഴുതുക. അപ്പൊ മറക്കരുത് സെൻഡേഴ്സ് അഡ്രസ്, ഡേറ്റ്, പിന്നെ റിസീവേഴ്സ് അഡ്രസ്, ദെൻ സബ്ജക്റ്റ് എന്താണെന്നുള്ളത്. ദെൻ സല്യൂട്ടേഷൻ. സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്നത്, അഭിസംബോധന ചെയ്യുക. നമ്മൾ എങ്ങനെ, അതായത് ആർക്കാണ്? ടീച്ചറിനുണ്ട്. ടീച്ചറിനാകുമ്പോൾ നമുക്ക് റെസ്പെക്റ്റ് കൊടുത്ത് വേണം, അല്ലെ? റെസ്പെക്റ്റഡ് ടീച്ചർ, കണ്ടോ? റെസ്പെക്റ്റഡ് ടീച്ചർ. അല്ലെങ്കിൽ വേറൊരു ഇപ്പം ബാങ്ക് മാനേജർ ഒക്കെ ആണെങ്കിൽ സർ മതി, മാഡം, അങ്ങനെയുള്ള ചെറിയ വാക്കുകൾ. അല്ലെങ്കിൽ ഡിയർ സാർ അങ്ങനെയൊന്നും വേണ്ട, സർ, മാഡം, ഓക്കെ. അല്ലെങ്കിൽ ടീച്ചറാണ് റെസ്പെക്റ്റഡ് ടീച്ചർ, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ഇങ്ങനെ അങ്ങനെ കൊടുക്കാം. അപ്പൊ ഇവിടെ ടീച്ചറാണ് റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ. ഇതിനാണ് സല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ അത് കഴിഞ്ഞ് ബോഡി, അതായത് ഇതിനകത്താണ് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ബോഡി എന്ന് പറയുന്നത് തന്നെ നമുക്ക് 3 പാരഗ്രാഫിൽ നമുക്ക് എഴുതാം. വലിയ പാരഗ്രാഫല്ല, ചെറിയ പാരഗ്രാഫ്സ്. ഇവിടെ തന്നെ റെസ്പെക്റ്റഡ് ടീച്ചർ, ഐ ആം വർഷ. ആദ്യം ഞാൻ ആരാണ് എന്ന് ഈ ലെറ്ററിനകത്തൂടെ വലിയ ഒരുപാട് സെന്റൻസ് ഒന്നും കേട്ടോ. ഐ ആം വർഷ ഫ്രം ക്ലാസ് 4. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന വർഷയാണ്. അത് ആദ്യം ഒന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെ? ഐ ആം വർഷ ഫ്രം ക്ലാസ് 4. Then I am writing. എന്തിനു വേണ്ടിയാണ് ഈ ലെറ്റർ എഴുതുന്നത്? I am writing this letter to inform you that. ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് നിങ്ങളെ എന്ത് മനസ്സിലാക്കാനായിട്ടാണ്? To inform you that I will remain absent for the next 2 days. ഞാൻ അടുത്ത 2 ദിവസത്തേന് എന്തായിരിക്കും? ലീവ് ആയിരിക്കും. ഓഫ് മൈ സിസ്റ്റേഴ്സ് മാരേജ്. അപ്പൊ അതിന്റെ കാരണം പറഞ്ഞത് എന്താണ്? സിസ്റ്ററിന്റെ മാരേജ് ആണ്. അതുകൊണ്ട് ഞാൻ 2 ദിവസത്തേന് ലീവ് ആയിരിക്കും. ക്ലിയർ? അപ്പൊ അതിന്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ മറക്കരുത് സെൻഡേഴ്സ് അഡ്രസ്, ഡേറ്റ്, റിസീവേഴ്സ് അഡ്രസ്, ദെൻ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് എഴുതി, ദെൻ സല്യൂട്ടേഷൻ ആണ്, ദെൻ അതിനുശേഷം ബോഡിയാണ്. ബോഡിയിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്നു, ആരാണ് എന്നത് മാത്രം. ദെൻ അതിനുശേഷം ആ കാര്യം ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. അപ്പൊ നമ്മൾ ബോഡിയാണ് പറയുന്നത്. അപ്പൊ ബോഡിയിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് 3 പാരഗ്രാഫ്സ് ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സെക്കൻഡ് പാരഗ്രാഫിൽ ആ പറഞ്ഞ കാര്യത്തെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്നാണ്, അങ്ങനെ കറക്റ്റ് ടൈം ഒക്കെ കൊടുത്തുകൊണ്ട് എഴുതുന്നതാണ്. നമുക്ക് ഇവിടെ സിസ്റ്ററിന്റെ മാരേജ് എന്നത് ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് പാരഗ്രാഫിൽ മൈ സിസ്റ്റേഴ്സ് വെഡിങ് സെറമണി വിൽ ബിഗിൻ ഫ്രം. എന്റെ സിസ്റ്ററിന്റെ വെഡിങ് സെറമണി എന്നാണ് ബിഗിൻ ചെയ്യുന്നത്? 20th November to 22nd. 20th November മുതൽ 22nd November വരെ, അതായത് 2 ദിവസം. ആൻഡ് ആസ് എ യങ്ങർ സിസ്റ്റർ, ഒരു ഇളയ സഹോദരി എന്ന നിലയിൽ മൈ പ്രസൻസ് അറ്റ് ദ വെഡിങ് സെറമണി ഈസ് അൺഅവോയ്ഡബിൾ. എനിക്ക് കല്യാണത്തിന് പോകാതിരിക്കാനായിട്ട് പറ്റില്ല. എന്റെ പ്രസൻസ് അവിടെ ആവശ്യമുണ്ട്. അതൊക്കെ അങ്ങനെ എഴുതണമെന്നില്ല. അതൊക്കെ ഓരോരുത്തർ എഴുതുന്ന ലെറ്റർ അനുസരിച്ചിരിക്കും. ഇനി തേർഡ് പാരഗ്രാഫിൽ, അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണെന്നൊക്കെ പറഞ്ഞു. ദെൻ ഏറ്റവും അവസാനം സോ ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു ഗ്രാൻഡ് മീ 2 days ഹോളിഡേ. അതുകൊണ്ട് എനിക്ക് ദയവ് ചെയ്ത് ഈ ലീവ് എനിക്ക് സാങ്ഷൻ ചെയ്ത് തരണം. സോ ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു ഗ്രാൻഡ് മീ, അനുവദിക്കണം, ഒരു താഴ്മയായിട്ട് നമ്മൾ അനുവദിക്കണം. 2 days ഹോളിഡേ, 2 ദിവസം അവധി എനിക്ക് തരണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു എന്നൊരു ഏറ്റവും
അവസാനത്തെ ഒരു പാരഗ്രാഫ്. അപ്പോൾ ഇത്രത്തിനാണ് നമ്മൾ ബോഡി എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ക്ലോസിംഗ് ആണ്. ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ താങ്കിങ് യു. അതും ലെഫ്റ്റ് സൈഡിൽ തന്നെ താങ്കിങ് യു യുവർ സിൻസിയർലി, അതായത് വിശ്വസ്തയോടുകൂടി, അല്ലെങ്കിൽ സിൻസിയർലി, റെസ്പെക്ട്ഫുള്ളി, അല്ലെങ്കിൽ സിൻസിയർലി, ട്രൂത്ത്ഫുള്ളി, ഇങ്ങനെ പല കാര്യങ്ങൾ ചേർക്കാം. കാരണം സിൻസിയർലി ചേർത്താലും മതി. താങ്കിങ് യു യുവർ സിൻസിയർലി. ഇതിന് താഴെയാണ് ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതിയിരിക്കുന്നത് യുവർ സിൻസിയർലി നെയിം, നിങ്ങളുടെ പേര്. ഇവിടെ വർഷയാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് വർഷ, വർഷയുടെ സിഗ്നേച്ചർ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഫോർമൽ ലെറ്റർ. അപ്പൊ മറക്കരുത്. അപ്പൊ ഒന്ന് ഇപ്പൊ ബോഡി എല്ലാവർക്കും ഇംഗ്ലീഷിൽ തന്നെ എഴുതുമ്പോൾ നിങ്ങൾക്ക് തെറ്റുകൾ ഉണ്ടാകാം. അപ്പൊ അത് ആ ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെയൊക്കെ എഴുതുക. അല്ലേ? ഇനി ഈ ഫോർമാറ്റ് തന്നെ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് പകുതി കൂടുതൽ മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ശ്രദ്ധിക്കാം. ആദ്യം എഴുതേണ്ടത് എന്താണ്? സെൻറ്റേഴ്സ് അഡ്രസ് ആണ്, നിങ്ങളുടെ അഡ്രസ്. ദെൻ ഡേറ്റ് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കാം. ദെൻ ആർക്കാണോ റിസീവേഴ്സ് അഡ്രസ്, ആർക്കാണോ നമ്മൾ ലെറ്റർ അയക്കുന്ന അവരുടെ അഡ്രസ്. ദെൻ സബ്ജക്റ്റ് എന്താണ്, ലെറ്ററിന്റെ കണ്ടന്റ് എന്താണ് എന്നുള്ളത് ഒറ്റ ലൈനിൽ സിമ്പിൾ ആയിട്ട് എഴുതുക. ദെൻ സല്യൂട്ടേഷൻ എന്നുള്ള റെസ്പെക്റ്റഡ് ടീച്ചർ, സർ, മാഡം, അങ്ങനെയുള്ളത്. ദെൻ ബോഡി ഞാൻ പറഞ്ഞു, ആദ്യം ഇൻട്രൊഡക്ഷൻ ആണ്, അതിനുശേഷം അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു. പിന്നെ ഏറ്റവും അവസാനം അതിൻ്റെ എന്താണ്, എനിക്ക് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു, 2 ദിവസത്തെ ലീവ് തരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ കൊടുക്കുന്നു. പിന്നെ ക്ലോസിംഗ് ആണ്, താങ്കിങ് യു യുവേഴ്സ് ഒബീഡിയൻ്റ്ലി ഓർ യുവേഴ്സ് സിൻസിയർലി, യുവേഴ്സ് ലവിംഗ്ലി. ലവിംഗ്ലി വേണ്ട, യുവേഴ്സ് ലവിംഗ്ലി വരുന്നത് നമ്മൾ എവിടെയാണ്? ഇൻഫോർമൽ ലെറ്റേഴ്സ് ആണ്. അതുകൊണ്ട് യുവേഴ്സ് സിൻസിയർലി, വിശ്വസ്തയോടുകൂടി. അതിൻ്റെ തൊട്ട് താഴെ നെയിം ആൻഡ് സിഗ്നേച്ചർ. ഓക്കെ, ക്ലിയർ ആയെന്ന് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് നോട്ട് അയക്കുന്നതായിരിക്കും. നിങ്ങൾ എഴുതേണ്ട ഒരു ലെറ്റർ പറയാം. അപ്പം ഈ ലെറ്റർ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് പല അവസരങ്ങളിലായിട്ട് ലീവൊക്കെ വേണ്ടി വരും, അല്ലേ? അപ്പോൾ സ്കൂളിൽ ലീവ് ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ലീവ് ലെറ്റർ എഴുതാവുന്നതാണ്. അപ്പോൾ അത് ഇതാണ്. ഇനി ഹോംവർക്ക് ഇതാണ്, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ്. You are in charge of organizing the play. Your class is going to a stage. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലേ ചെയ്യണം. റൈറ്റ് എ ലെറ്റർ ടു യുവർ സ്കൂൾ ഡ്രാമ ക്ലബ് സെക്രട്ടറി. അപ്പോൾ നിങ്ങൾക്ക് ഒരു നാടകം അവിടെ പ്രസന്റ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി റൈറ്റ് എ ലെറ്റർ ടു യുവർ സ്കൂൾ ഡ്രാമ ക്ലബ് സെക്രട്ടറി. സ്കൂളിലെ ഡ്രാമ ക്ലബ് സെക്രട്ടറിക്ക് ഒരു ലെറ്റർ എഴുതുക. എന്താണ്? റിക്വസ്റ്റിംഗ് ഹാവ് പെർമിഷൻ ടു യൂസ് ദ ഓഡിറ്റോറിയം. അപ്പോൾ അതിന് റിഹേഴ്സൽ വേണമല്ലോ. അപ്പോൾ റിഹേഴ്സലിന് ഞങ്ങൾ ഓഡിറ്റോറിയം ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ച് ഒരു ലെറ്റർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫോർമാറ്റ് ഇതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. കണ്ടന്റ് മാത്രമേ മാറുന്നുള്ളൂ. അതുപോലെ നല്ലൊരു ലെറ്റർ ഒന്ന് എഴുതി എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.